ഈ മേഖലയിൽ നിന്ന് വന്നതാണ്. ദേവികുളത്ത് അമൽ രവി ആദിവാസി ചെറുപ്പക്കാരനാണ് ജോലിയിലേക്ക് വന്നത്. ഇതെല്ലാം ജനമൈത്രി എക്സൈസ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർ. 463 പോലീസ് സ്റ്റേഷനുകളിൽ 1360 ബ്ലാക്ക് സ്പോട്ടുകളും NDPS ചെക്കിംഗ് പോയിന്റുകളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ നിരീക്ഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കരുതൽ തടങ്കലും തുടർച്ചയായിട്ട് ഒന്നിൽ കൂടുതൽ തവണ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി കരുതൽ തടങ്കലും സ്വത്ത് കണ്ടുകെട്ടാനുമുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സൈസിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുകയാണ്. എക്സൈസിന്റെയും ഉണ്ട്, പോലീസിന്റെയും ഉണ്ട്. സ്ട്രൈക്കിംഗ് ഫോഴ്സ് പോലീസിന്റെയും എക്സൈസിന്റെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സ്ക്വാഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈവേ പെട്രോൾ യൂണിറ്റ് പോലീസും എക്സൈസിനും പ്രത്യേകമായിട്ടുണ്ട്. സർ, തീരദേശ പോലീസുമായി ചേർന്നിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈസ് കമ്മീഷണറുടെ കീഴിൽ ഒരു നാർക്കോട്ടിക് സ്ക്വാഡ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ അതിർത്തി പ്രദേശങ്ങളിലെ ജാഗ്രതയെക്കുറിച്ച് പറഞ്ഞു. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് 4 അതിർത്തി മേഖലകളിൽ തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട്, പാലക്കാട് ഈ 4 അതിർത്തി മേഖലകളിൽ കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെയാണ് പോലീസിന്റെ സ്കൂളുകളിലെ പ്രത്യേകമായിട്ടുള്ള പദ്ധതി യോദ്ധാവ് എന്ന പദ്ധതി. വളരെ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള പദ്ധതിയാണ് യോദ്ധാവ് എന്ന പദ്ധതി. മഫ്തി പോലീസിന്റെ നിരീക്ഷണം സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസും എക്സൈസും ഈ കേസിൽ ഉൾപ്പെടുന്നവരുടെ ഹിസ്റ്ററി ഷീറ്റ് പോലീസ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലും എക്സൈസ് റേഞ്ച് ഓഫീസ് അടിസ്ഥാനത്തിലും ഹിസ്റ്ററി ഷീറ്റ് തയ്യാറാക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള നടപടികളെല്ലാം നാം സ്വീകരിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റിന്റെ കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ. 2024 4474 പേരെ ശിക്ഷിച്ചപ്പോൾ വിട്ടയച്ചത് 161 പേരെ മാത്രമാണ്. 2023 4998 പേർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ വിട്ടയക്കപ്പെട്ടത് 100 പേർ മാത്രമാണ്. സർ, ഇത് ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും വരുന്നത് കടൽ മാർഗമാണ്. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചു. ബഹുമാനായ ദേവർകോവിൽ പറഞ്ഞു മുന്ദ്ര പോർട്ട്, മുംബൈ പോർട്ട്. 2022 കണക്ക് നോക്കിയപ്പോൾ കടൽ മാർഗം 22 കേസുകൾ പിടികൂടിയതിൽ 10 ഗുജറാത്ത് വഴിയാണ്. പിന്നെ 5 മഹാരാഷ്ട്ര വഴിയാണ്. മുംബൈ പോർട്ടും മറ്റുമൊക്കെ റായ്ഗർ പോർട്ട് ഒക്കെ വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. കേരളം ഒരു തുരുത്തല്ല. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ലോകമാകെ ഈ ലഹരി ശൃംഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലോബലൈസേഷന്റെ കാലമാണ്. മറ്റെല്ലാം ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ലഹരിയും ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നത്. അതാ UNODCയുടെ റിപ്പോർട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് വിവിധ മാർഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് പ്രധാനമായിട്ട് രാസലഹരികൾ കേരളത്തിലേക്ക് വരുന്നത്. ഈ 2 കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് തടയാൻ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തിപ്പെടുത്തുന്നു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ രാജ്യത്ത് ഒന്നാമതാണ്. കൺവിക്ഷൻ റേറ്റിന്റെ കാര്യത്തിൽ രാജ്യത്ത് നമ്മൾ ഒന്നാമതാണ്. നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കണം എന്നത് ശരിയാണ്. ഇത് എത്രമാത്രം ശക്തിപ്പെടുത്തിയാലും അധികമാവില്ല. അതിന് ഏറ്റവും പ്രധാനം എന്താണ്? അതിന് പ്രധാനം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നത് തന്നെയാണ്. ഈ വിപത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് എന്നത് നമ്മുടെ